നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യുവമോർച്ച സമരത്തിലാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ PSCയിൽ നടന്ന ക്രമക്കേടുകളെയും ചോദ്യപേപ്പർ ചോർച്ചകളെയും അല്ലെങ്കിൽ പിൻവാതിലുകൾ നിയമനത്തെയും അനധികൃത നിയമനങ്ങളെയും ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരീക്ഷയിലെ പല ചോദ്യങ്ങളും ചോദ്യപേപ്പറിലെ പല ചോദ്യങ്ങളും പ്രത്യേക ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി ഒഴിവാക്കിയ PSCയുടെ നടപടിയും ഒക്കെ ചോദ്യം ചെയ്ത് അതിനെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് യുവമോർച്ച തീക്ഷ്ണമായ സമരമുറകൾ കൈക്കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ തെരുവുകളിൽ ഉണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഇന്നും വ്യത്യസ്തമായൊരു ദിനമായിരുന്നില്ല. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി പോലീസിന് ജലപീരങ്കിയും അല്പം ബലവും പ്രയോഗിക്കേണ്ടി വരുന്ന തരത്തിൽ തീക്ഷ്ണമായ സമരമുറകളുമായി ഇലയിൽ പുല്ലിട്ട് ഉദ്യോഗാർത്ഥികളത് ഭക്ഷിക്കുന്ന സമരമുറകളുമായി സംഘർഷഭരിതമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ യുവമോർച്ച പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആ ദൃശ്യങ്ങളിലേക്ക്. അധികാരികളുടെ അടഞ്ഞ കണ്ണ് ഞങ്ങൾ ഇനിയും പെട്ടില്ല. ഡിവിഷൻ പോകും സ്കൂളുകളിൽ റേഷ്യോ ഒന്ന് കുറച്ചിടാൻ മടിയെന്താണ് സർക്കാരെ? നീതിയല്ലേ അധികാരികളെ? റേഷ്യോ ഒന്ന് കുറച്ചെന്നാൽ നൽകിയിടില്ലേ ഞങ്ങളുടെ ജോലി? സ്വപ്നം കണ്ടൊരു ഞങ്ങളുടെ ജോലി. നൽകൂ അതിവേഗം. കഷ്ടപ്പെട്ട് പഠിച്ചൊരു ഞങ്ങളെ ചേർത്തു നിർത്തൂ അതിവേഗം. കഴിഞ്ഞ സമരം നടന്നപ്പോൾ ഉണ്ടായുള്ളൊരു ഫയലുണ്ട്. HDV ടീച്ചർക്കാർ എന്നൊരു ഫയൽ കിടക്കുന്നു. തീർപ്പാക്കിയിടോ അതിവേഗം. നിയമനവേഗത്തിൽ കാലാവധികൾ നീട്ടിക്കൊണ്ട് നാട്ടുകാരെ നിങ്ങളറിഞ്ഞു. പഠിച്ചു നേടിയ റാങ്കം നിന്ന് കാൽക്കാശും വിലയില്ലത്രേ. ആഹാ എന്തൊരു സിസ്റ്റാൻഡി, പറഞ്ഞിട്ട് ചോർച്ച മാത്രം നൽകുന്നു.
തീറ്റിപ്പോറ്റാൻ എഴുതുകാരെ തീറ്റിപ്പോറ്റാൻ നിങ്ങൾക്കെന്തേ ആക്രാന്തം കിട്ടില്ല കൊന്നിട്ടില്ല ഇന്നും തെരുവിൽ കഴിയുന്നു ഇന്നും തെരുവിൽ കഴിയുന്നു സർക്കാരെ കണ്ണു തുറക്കൂ അധികാരികളെ അധികാരികളെ അന്ധന്മാരെ അധികാരികളെ അന്ധന്മാരെ കണ്ണു തുറക്കൂ അതി സർക്കാർ ലിസ്റ്റിൽ പേരുണ്ട് റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് ജോലിയില്ല കൂലില്ല ജോലിയില്ല കൂലില്ല മഴയും വെയിലും കൊണ്ട് അകന്നു പോകും വേഗത്തിൽ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ വരമതി ടീച്ചർക്ക് അഭിവാദ്യങ്ങൾ നേരെ പോവാണ് അപ്പുറത്തെ ഗേറ്റ് പോയിട്ട് തിരിച്ചു വരും. ചേട്ടാ ചേട്ടാ ഫ്രണ്ടിൽ കയറല്ലേ? ഇല്ല ഒന്നും കിട്ടത്തില്ല.
ജലനിരക്കി അടുത്തേക്ക് വെച്ചുകൊണ്ടാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപരമാണ്. രണ്ടാമത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമരം പോലീസ് വളരെ നിഷ്ഠൂരമായിട്ടാണ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി യുവമോർച്ചയുടെ തിരുവനന്തപുരം സൗത്ത് ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിഷ്ണുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയപ്പെട്ട യുവമോർച്ചയുടെ അധ്യക്ഷൻ ശ്രീ ചുണ്ടിക്കൽ ഹരി, ഈ സമരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട MLA ശ്രീ മുരളീചേട്ടൻ, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും യുവമോർച്ചയുടെ സംസ്ഥാന പ്രഭാരിയുമായിട്ടുള്ള P. സുധീറേട്ടൻ, സംസ്ഥാന പ്രസിഡന്റ് മനുചേട്ടൻ, BJPയുടെ തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജുചേട്ടൻ, കേരളത്തിലും എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെമ്പാടും ഇവിടുത്തെ യുവാക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരെയും ഇവിടുത്തെ പാവപ്പെട്ട യുവാക്കൾ പഠിച്ചു പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നതിന് ശേഷവും ഒരു ജോലി പോലും നൽകാൻ കഴിയാത്ത ഇവിടുത്തെ VD സതീശന്റെ അരാജകത്തിനുമെതിരെ കേരളത്തിലെമ്പാടും യുവമോർച്ചയുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കേരളത്തിലെ മുഴുവൻ കളക്ടറേറ്റിലേക്കും ഈ സെക്രട്ടേറിയറ്റിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സമരം തുടർന്നുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ യുവമോർച്ച സൗത്ത് ജില്ലയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ സമരം നടത്തുകയാണ്. ഈ സമരത്തിൽ സ്വാഗതം അർപ്പിക്കുക എന്നാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുന്നു. യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ ചൂണ്ടിക്കൽ ഹരി അവർകളെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ സമരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട MLA ശ്രീ മുരളീചേട്ടനെയും ഈ സമരത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഈ സമരത്തിലേക്ക് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ V. മനുപ്രസാദേട്ടനെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന പ്രഭാരിയും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള P. സുധീറേട്ടനെയും ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാർട്ടിയുടെ തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാൽ അമീഡ് ബിജുചേട്ടനെയും ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി AS അഖിലേട്ടനെയും ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും യുവമോർച്ചയുടെ മുഴുവൻ സമരഭടന്മാർക്കും ഞാൻ ഈ സമരത്തിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഒപ്പം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ശ്രീ ചൂണ്ടിക്കൽ ഹരി അവർകളെ ക്ഷണിക്കുന്നു. ഏറെ സ്നേഹബഹുമാനമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി യുവമോർച്ച ഈ കേരളത്തിൻ്റെ തെരുവീഥികളിൽ നിരന്തരമായുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരം നയിച്ചു വരികയാണ്. ഈ സമരം ഇവിടുത്തെ സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടി, ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യുവമോർച്ച തെരുവിലിറങ്ങി പോരാടുന്നത്. ഈ പോരാട്ടം ഒരിക്കലും ഈ സർക്കാരിന് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഈ സമരത്തെ എത്തിക്കും. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള യുവാക്കൾക്ക് നീതി ലഭിക്കുന്നതുവരെ യുവമോർച്ച ഈ തെരുവീഥികളിൽ സമരവുമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ V. മുരളീധരൻജിയെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് യുവമോർച്ച സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന യുവമോർച്ചയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ചൂണ്ടിക്കൽ ഹരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ P. സുധീർ, യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മനുപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ അഖിൽ, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു, മറ്റ് പാർട്ടിയുടെ നേതാക്കളെ, യുവമോർച്ചയുടെ നേതാക്കളെ, ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള യുവമോർച്ചയുടെ പ്രവർത്തകരെ, ഈ കേരളത്തിലെ
തൊഴിലിന് വേണ്ടി സമരം ചെയ്യുന്ന യുവാക്കളുടെ പ്രതിനിധികളായിട്ട് എത്തിയിട്ടുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 5 ആഴ്ചയിലേറെ കാലമായി നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഈ സമരം നടക്കുന്ന ഈ ഗേറ്റിൻ്റെ തൊട്ട് പരിസരത്ത് സ്കൂൾ അധ്യാപകരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള 1000-ലേറെ ആളുകൾ സമരത്തിലാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ആളുകളാണ് അവരെല്ലാവരും. വളരെ നന്നായി വിദ്യാഭ്യാസം കൈവരിച്ച് വളരെ കഷ്ടപ്പെട്ട് PSCയുടെ പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നിരവധി ജില്ലകളിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും ഇതുവരെ നിയമിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷവും നിയമിച്ചിട്ടില്ല, ഈ വർഷവും. ഈ അധ്യയന വർഷം ഏതാണ്ട് 2 മാസം പൂർത്തിയായി കഴിഞ്ഞു. ഈ അധ്യയന വർഷത്തിലും നിയമിച്ചിട്ടില്ല. കേരളത്തിൽ ഇതൊരു പുതിയ സംഭവമല്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് നിയമനത്തിന് വേണ്ടി കാത്തുനിന്ന ആളുകൾ മുട്ടിലിടഞ്ഞ് സമരം ചെയ്യുന്നത് വരെയുള്ള നടപടികളിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യം, ആ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. 10 കൊല്ലക്കാലം കേരളത്തിലെ യുവാക്കളുടെ താല്പര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ യുവാക്കളുടെ ആശങ്കകൾക്ക് അല്പം പോലും പരിഗണന നൽകാതിരുന്ന ഒരു സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ആ സർക്കാരിനെ വലിച്ചെറിഞ്ഞത്. അതിനുശേഷം ഒരു പുതിയ സർക്കാർ ഭരണത്തിൽ വന്നു. കേരളത്തിന് ഒരു പുതുയുഗം സമ്മാനിക്കാൻ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 20-ലധികം മന്ത്രിമാരും ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. 10 കൊല്ലക്കാലം കേരളത്തിലുണ്ടായിരുന്ന മുരടിപ്പ്, ആ മുരടിപ്പിന് മാറ്റമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാർ, ആ സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് അവരെല്ലാവരും അഭ്യർത്ഥിച്ചിരുന്നത്. അത് വിശ്വസിച്ച ധാരാളം ആളുകളുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ, ആ സർക്കാരിനെ തിരഞ്ഞെടുത്തു. 100-ലധികം നിയമസഭാ അംഗങ്ങളെ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരായിട്ട് നിയമസഭയിലേക്ക് എത്തിച്ചു. കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയുള്ള എന്തു മാറ്റമുണ്ടായി എന്നുള്ളതാണ് ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം. പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ ഭരണഘടനാ നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. സുതാര്യത ഉറപ്പുവരുത്തേണ്ട സ്ഥാപനമാണ്. എല്ലാവർക്കും നീതി ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഒരു സ്ഥാപനമാണ്. അതാണ് ഭരണഘടനയുടെ അന്തസ്സത്ത. പക്ഷേ ആ അന്തസ്സത്തയെ കാറ്റിൽ പറത്തുന്ന നയസമീപനങ്ങളാണ് ഈ സർക്കാർ വന്നതിന് ശേഷവും PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള നിരവധി തെറ്റുകൾ ഞങ്ങൾ തിരുത്താൻ പോവുകയാണെന്നാണ് ഈ സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറ്റാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞിരുന്നത്. എന്ത് മാറ്റം വരുത്തി? കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇപ്പോഴും 21 പേരുണ്ട്. കേരളത്തിലെ ജനസംഖ്യ കഷ്ടിച്ച് 4 കോടിയാണ്. ഉത്തർപ്രദേശിലെ ജനസംഖ്യ 20 കോടിയാണ്. 20 കോടി 2021 കണക്കാണ്. 2021 സെൻസസ്, ആ കാലഘട്ടത്തിലെ സെൻസസ്.
പുതിയ സെൻസസ് നടക്കുമ്പോൾ ആ സംഖ്യ ഒരു 24 കോടിയൊക്കെ ആവുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അവിടെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ആകെ 12 അംഗങ്ങളേ ഉള്ളൂ. മഹാരാഷ്ട്രയിൽ 11 കോടി 12 കോടിയാണ് മഹാരാഷ്ട്രയിലെ ജനസംഖ്യ. ഇന്ത്യയിലെ ഏറ്റവും വ്യവസായവൽകൃതമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈയാണ് അതിന്റെ തലസ്ഥാനം. മഹാരാഷ്ട്രയിലെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 12 പേരേ ഉള്ളൂ. കേരളത്തിലെ 4 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 21 പേരെ എന്തിനാ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിയമിച്ചിരിക്കുന്നത്? കേരളത്തിലെ അത്രയധികം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണോ? ഉത്തർപ്രദേശിനേക്കാൾ കേരളത്തിന്റെ 5 ഇരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ ആ ഉത്തർപ്രദേശിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ, അതിന്റെ ഇരട്ടിയോളം ആളുകൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ 5 ഇരട്ടി വരുന്ന ജനസംഖ്യ, ആ ജനസംഖ്യയുടെ അത്രയെങ്കിലും അവിടെ എടുക്കുന്ന അത്രയെങ്കിലും ഉദ്യോഗാർത്ഥികളെ കേരളത്തിൽ തിരഞ്ഞെടുക്കാനുണ്ടോ? അല്ല. അതൊന്നുമല്ല കാരണം. കാരണം എന്താ? പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണത്തിലിരിക്കുന്ന പാർട്ടികളുടെ കറവപ്പശുവാണ്. ഭരണത്തിലിരിക്കുന്നവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി സർവീസ് കമ്മീഷനായിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ കാലത്ത് അത് പിണറായി സർവീസ് കമ്മീഷനായി. ഇപ്പോഴും അത് പാർട്ടി സർവീസ് കമ്മീഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വി ഡി സതീശന്റെ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത ആളുകൾ, ആ ആളുകളെ കുറിച്ച് ധാരാളം പരാതികൾ, ആ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ചില പരീക്ഷകൾ, ആ പരീക്ഷകളിൽ യോഗ്യതയില്ലാത്ത ആളുകളെ തെരഞ്ഞെടുത്തു എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്റർവ്യൂ നടത്തിയ ഘട്ടങ്ങളിൽ ആ ഇന്റർവ്യൂവിൽ പാർട്ടി പരിഗണനയിലൂടെയാണ് അവർക്ക് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം കൊടുത്തത് എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെയും CPMന്റെയും നേതാക്കന്മാരായിരുന്ന ആളുകൾ, ആ ആളുകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പരീക്ഷയിൽ, ആ പരീക്ഷയിൽ 1ാം റാങ്ക് വാങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാം. ആ 1ാം റാങ്കിന് അവർക്ക് ഒരു അർഹതയും ഇല്ലായിരുന്നു എന്ന് പിന്നീട് സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. അവര് യൂണിവേഴ്സിറ്റി പരീക്ഷ പോലും ഉത്തരക്കടലാസ് രഹസ്യമായിട്ട്, കൃത്രിമമായിട്ട് അവർ നേരത്തെ തന്നെ ഉണ്ടാക്കി, അതിൻ്റെ രേഖകൾ ഉണ്ടാക്കി, അങ്ങനെയുള്ള ഉത്തരക്കടലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിയത് എന്ന് ധാരാളം തെളിവുകൾ പുറത്തു വന്നു. അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, ആ പബ്ലിക് സർവീസ് കമ്മീഷനെ എന്തുകൊണ്ടാണ് സതീശൻ സർക്കാർ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ ഇത്രയും കാലം CPMന്റെ വിടുപണി ചെയ്തിരുന്ന ആളുകൾ ഇനി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും വിടുപണി എടുക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിലപേശൽ നടക്കുകയായിരിക്കും. കാരണം അവിടെ ഇരിക്കുന്ന ആളുകളുടെ നിലവാരം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ എന്തൊക്കെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട, അവിടെ നിയമിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർട്ടി മേലാളന്മാരോടുള്ള കൂറിനപ്പുറത്ത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗമായിരിക്കാനുള്ള മറ്റെന്തെങ്കിലും യോഗ്യത അവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അവരൊക്കെ വിൽപ്പന ചരക്കായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണോ? അവരെ വാങ്ങാൻ പറ്റുമോ? അതിനു വേണ്ടിയിട്ടുള്ള വിലപേശൽ എന്താണ്? നിന്റെ സ്ഥാനം നിലനിർത്തണമെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന എത്ര ആൾക്കാരെ എടുക്കും, ഞങ്ങൾ പറയുന്ന ആൾക്കാരിൽ നിന്ന് എത്ര രൂപ കമ്മീഷനായിട്ട് വാങ്ങും? ഇതുപോലെയുള്ള ഇടപാടുകളാണോ നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം അതുപോലെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉണ്ട്. ആ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ നേതാവ്, അതിന്റെ ചെയർമാൻ INTUCയുടെ നേതാവാ. INTUCയുടെ ഒരു വിഭാഗം പറയുന്നത് INTUC ബ്രാക്കറ്റിൽ പിണറായി എന്നാണ് അവര് ഈ പറഞ്ഞ നേതാവിന്റെ പക്ഷത്തിന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ INTUCയിൽ ഒരു പിണറായി പക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. CPMന് അനുകൂലമായിട്ട് നിൽക്കുന്നവരുടെ ഒരു പക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് കേരളത്തിലെ CPM ഭരിക്കുമ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളുടെ സ്ഥിതി.
ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിലും ഇതേപോലെയുള്ള ഒരു സ്ഥിതി, ആ സ്ഥിതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വിലപേശലിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ശ്രമം നടത്തുന്നത്? അതിനു വേണ്ടിയിട്ടാണോ ഇവരെ നിയമിക്കാതെ, ഇവരെ പിരിച്ചുവിടാതെ, ഇവർക്കെതിരായിട്ടൊരു നടപടിയും എടുക്കാതെ ഇങ്ങനെ ഇവരെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനെതിരായിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത്. ആ അന്വേഷണവുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് എന്നാണ് PSC ഔദ്യോഗികമായിട്ട് ഇപ്പൊ വിശദീകരണം നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ പോലീസിന്റെ സംവിധാനം അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അർജുൻ ആയങ്കി നാട്ടിലെ 1-ാം നമ്പർ ക്രിമിനലാണ്. കേരള പോലീസിന് പക്ഷെ അയാളെ തൊടാൻ പേടിയാ. കാരണം എന്താ? ഒന്നുകിൽ തൊടാൻ പേടി, അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പോലീസ് പിണറായി വിജയന്റെ പോലീസായിട്ട് തുടരുന്നു. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നിയന്ത്രണത്തിലായിട്ടില്ല. 10 കൊല്ലക്കാലം ആരൊക്കെയാണോ രാഷ്ട്രീയ യജമാനന്മാരായിരുന്നത് അവരുടെ നിയന്ത്രണത്തിൽ ഇപ്പം തുടരുകയാണോ? അവരാണ് അന്വേഷിക്കുന്നത്. അവരാണ് PSCയിലെ ക്രമക്കേട് അന്വേഷിക്കുന്നത്. അവരന്വേഷിച്ച് എന്ത് ക്രമക്കേട് പുറത്തു വരും? മാത്രമല്ല, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി, ആ റാങ്ക് ലിസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് ഫലം പുറത്തു വരാൻ എടുക്കുന്ന സമയം, ധാരാളം ആധുനികമായിട്ടുള്ള ആ സംവിധാനങ്ങൾ ഇതിനകം നിലവിലുണ്ട്. ഈ ആധുനിക സംവിധാനങ്ങൾ മൂല്യനിർണ്ണയത്തിന് വേണ്ടി എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല? അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാർ, അങ്ങനെയുള്ളവരുടെ അമർഷം, അവരുടെ രോഷം, ആ രോഷമാണ് കഴിഞ്ഞ 35 ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന് പടിക്കൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ആശമാര് സമരം ചെയ്തപ്പോ നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ പ്രസംഗം നമുക്ക് ഓർമ്മയുണ്ട്. സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ പറഞ്ഞ കാര്യങ്ങള് ഇപ്പൊ മറന്നുപോയോ? എന്തുകൊണ്ടാ ഈ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള അധ്യാപകരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവരെ PSC തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ സമരം ചെയ്തിട്ട് ഇന്ന് വരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാത്തത്? അവരങ്ങോട്ട് പോയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നുണ്ട്. അവരെ കാണുമ്പോഴൊക്കെ നിഷേധാത്മകമായിട്ടുള്ള സമീപനം, ആ സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ളത്. അതുകൊണ്ട് യുവമോർച്ച ഇന്ന് ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കണം. അവരുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് അനുഭാവപൂർവം പരിഗണിക്കണം. ഈ കേരള PSC എന്ന് പേരിലുള്ള ഈ പാർട്ടി സർവീസ് കമ്മീഷനെ പിരിച്ചുവിടാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ, ആ നടപടികളാണ് VD സതീശന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരോട് എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഇവരെ പിരിച്ചുവിടാൻ. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന പിണറായിയുടെ കാലത്തെ പിണറായി സർവീസ് കമ്മീഷനെ പിരിച്ചുവിടാൻ അതിന് VD സതീശന് ധൈര്യമുണ്ടോ? VD സതീശൻ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരാളല്ല. കാരണം 10 കൊല്ലക്കാലം VD സതീശനെ സംരക്ഷിച്ച് നിർത്തിയത് പിണറായിയാണ്. എന്താ പുനർജനി കേസിൽ പിണറായിയുടെ കാലത്ത് ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത്? പുനർജനി കേസ് പിണറായിയുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഒരു കുറ്റവും കണ്ടുപിടിച്ചില്ല. അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല വന്നപ്പോ രമേശ് ചെന്നിത്തലയുടെ പോലീസ് VD സതീശന്റെ കേസ് അന്വേഷിക്കുക. എങ്ങനെയുണ്ടാവും? യജമാനന്റെ കേസ് അന്വേഷിക്കാൻ ആ യജമാനന്റെ കീഴിലുള്ള പണിക്കാരൻ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? വളരെ ക്ലീൻ ചിറ്റ് കൊടുത്തു. VD സതീശൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. VD സതീശൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലെ പോലീസിൽ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിൽ നിലനിൽക്കുമോ?
അപ്പോൾ സ്വാഭാവികമാണ് ഇവർ തമ്മിലുള്ള ഒത്തുകളി. അതിന് പകരമാണോ പിണറായി നിയോഗിച്ച ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കാം, എൻ്റെ കാര്യം നിങ്ങൾ നോക്കണം? ഈ പരസ്പര ധാരണ കേരളത്തിൽ കുറെ കാലമായിട്ട് നടക്കുന്ന ഈ ഒത്തുകളിയിൽ കേരളത്തിലെ യുവാക്കളെ ബലിയാടുകളാക്കി മാറ്റാനുള്ള നീക്കം, ആ നീക്കം യുവമോർച്ചയും ഭാരതീയ ജനതാ പാർട്ടിയും അനുവദിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും സമരത്തിന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ സമരത്തിന് ഇവിടെ നടത്തുന്ന ഈ അധ്യാപകരുടെ റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരത്തോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നമ്മുടെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. യുവാക്കളെ കണ്ടില്ലെന്ന് നടിക്കുന്ന പിണറായി വിജയന്റെ അതേ നിലപാട് സ്വീകരിക്കുന്ന VD സതീശനെതിരെ ഈ സമരം യുവമോർച്ച വ്യാപകമായി ചെയ്യും. കേരളത്തിൽ മുഴുവൻ യുവമോർച്ചയുടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തുന്ന അതിക്രൂരമായ നായാട്ടുകളെയും അതിജീവിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ കാര്യകർത്താക്കൾ ഇവിടെ വരുന്നത്. ഞങ്ങൾ ഇവിടെയുള്ള മുഴുവൻ യുവമോർച്ച പ്രവർത്തകരും ആ സമരപ്പന്തലിലേക്ക് പോകണം. അവർക്കെല്ലാം അനുഭവപൂർവ്വമായ അഭിവാദ്യം അർപ്പിച്ചു വേണം തിരിച്ചു പോകേണ്ടത്. ഒരു സംഘർഷവും ഞങ്ങൾ നടത്തുന്നില്ല. ജനാധിപത്യപരമായി ഈ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള നിലപാടുകളെ യുവമോർച്ച ചെറുത്തു തോൽപ്പിക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ അധ്യാപക നിയമനത്തിൽ LP ടീച്ചർമാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റിലുള്ള ടീച്ചർമാർ ഇവിടെ ഇന്ന് സമരം ചെയ്തു തുടങ്ങിയിട്ട് 36 ദിവസമായി. ഈ 36 ദിവസത്തെ സമരം ഇവിടുത്തെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനെ തുടർന്ന് വളർമതി എന്ന് പറയുന്ന ടീച്ചർ കഴിഞ്ഞ 11 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപവാസ സമരം അനുഷ്ഠിക്കുകയാണ്. ആ ടീച്ചർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് 10ഓളം ടീച്ചർമാർ ആ ഉപവാസ സമരത്തിൽ പങ്കാളിയായിരിക്കുന്നു. ഇതുവരെ VD സതീശൻ സർക്കാർ ആ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീച്ചർമാരുമായിട്ട് വനിതകളുമായിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വമാണ്, ദ്രോഹമാണ്, വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുമ്പ് ആശാ വർക്കേഴ്സും അതോടൊപ്പം തന്നെ PSC റാങ്ക് ഹോൾഡേഴ്സും ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ മുട്ടിനിഴയുകയും മണ്ണ് തിന്നുകയും ഒക്കെ ചെയ്ത സമയത്ത് പിണറായി വിജയൻ അനുവർത്തിച്ച അതേ നയം തന്നെയാണ് ഇന്ന് ഈ വനിതകൾക്ക് നേരെ വനിതകളുടെ ഈ അതിശക്തമായിട്ടുള്ള ഈ സമരത്തിന് മുമ്പിൽ VD സതീശൻ അവലംബിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സഹോദരിമാരുടെ ജീവൻ രക്ഷിക്കണം. അതുമായി ബന്ധപ്പെട്ട് BJP യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏകദേശം 1 മാസക്കാലമായിട്ട് കേരളത്തിലാകമാനം സമരമാണ്. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരമാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരന്തരമായിട്ടുള്ള സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നും അതോടൊപ്പം തന്നെ മെനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് 100 കണക്കിന് വരുന്ന യുവമോർച്ച പ്രവർത്തകർ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തി. ഇവിടെ കേരളത്തിലെ യുവാക്കൾ മുഴുവൻ ഇന്ന് പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധത്തിൻ്റെ അഗ്നി കേരളത്തിൽ ആളിപ്പടരുകയാണ്. ഞങ്ങൾക്ക് VD സതീശനോട് പറയാനുള്ളത് മനുഷ്യത്വം കാണിക്കുക, നീതി കാണിക്കുക, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഈ സമരത്തിന് ഒത്തുതീർപ്പുണ്ടാക്കണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇല്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള ജനകീയ സമരം ഈ കേരളത്തിൽ ആഞ്ഞടിക്കുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. യുവമോർച്ച ഈ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും യുവാക്കളുടെയും സമരത്തിൽ അതിശക്തമായിട്ട് ഇനിയും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൃശ്യങ്ങൾ കണ്ടുവല്ലോ പ്രേക്ഷകർ. അപ്പോൾ ഈ സംഘർഷം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് യുവമോർച്ച പ്രവർത്തകരും നേതാക്കളും പ്രഖ്യാപിക്കുന്നത്. കാരണം വരും ദിവസങ്ങളിൽ കൃത്യമായ നടപടികൾ ഈ ക്രമക്കേടുകളുടെ അന്വേഷണത്തിൻ്റെ സംബന്ധിച്ചുണ്ടായിട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് യുവമോർച്ചയുടെ തീരുമാനം. എന്തായാലും വരും ദിവസങ്ങളിൽ PSC മെമ്പർമാർക്കും സർക്കാരിനും
ഈ ക്രമക്കേടുകൾക്ക് കാരണമായി എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അത്ര സുഖകരമായ ദിവസങ്ങളായിരിക്കില്ല. യുവമോർച്ച ഉദ്യോഗാർത്ഥികൾക്കായി തെരുവിൽ സമരത്തിലാണ്. ആ സമര ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഇതെത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.